പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായ് എറൈസ് ആശുപത്രി. പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ്, നെല്ലുവായ്. ഫോൺ 8589939330 8589939335. കൊണ്ടാഴിയിൽ LDF സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിച്ച് മന്ത്രി കെ രാജൻ പാറമേൽപ്പടിയിൽ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡ് LDF സ്ഥാനാർത്ഥി PR കൃഷ്ണകുമാറിനായി റവന്യൂ മന്ത്രി കെ രാജൻ വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്തിറങ്ങി. പാറമേൽപ്പടി സെന്ററിലെത്തിയ മന്ത്രി കെ രാജൻ വിവിധ സ്ഥാപനങ്ങളിലും വീടുകളിലുമെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചു. തുടർന്ന് പാറമേൽപ്പടി തെരുവിൽ നടന്ന കുടുംബയോഗത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. CPM ചേലക്കര ഏരിയ സെക്രട്ടറി T ഗോകുലൻ അധ്യക്ഷനായ ചടങ്ങിൽ CPI ജില്ലാ കമ്മിറ്റി അംഗം TP സുനിൽ, CPI പാറമേൽപ്പടി ബ്രാഞ്ച് സെക്രട്ടറി പ്രസാദ്, വാർഡ് 5ലെ സ്ഥാനാർത്ഥി PR കൃഷ്ണകുമാർ, വാർഡ് 6ലെ സ്ഥാനാർത്ഥി ധന്യ മധു, ജെയ്സൺ മത്തായി, VA അബ്ദുൽ ഖാദർ, ശ്രീജ സത്യൻ, ശരത് ചന്ദ്രകർത്ത, PK ജയപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. റോഡുൾപ്പെടെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട നിരവധികളായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാൻ നമുക്ക് അവസരം ലഭിച്ചു. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്ന് നിങ്ങളോട് പറഞ്ഞാൽ അതിന്റെ ഗൗരവം അത്രമാത്രം മനസ്സിലാകും എന്നറിയില്ല. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഉച്ചക്കഞ്ഞിയിൽ കേന്ദ്രം തരേണ്ട വിഹിതത്തിൽ 2212 കോടി രൂപ നമുക്ക് തരില്ല എന്ന് വാശി പിടിക്കുക. കേരളം അരി സംഭരിക്കുന്നത് കേരളത്തിന് വേണ്ടിയല്ല, കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി കേരളം അരി സംഭരിക്കുകയാണ്. കേന്ദ്രം അരി സംഭരിക്കാൻ നെല്ലിന് കിലോയ്ക്ക് 23 രൂപയാണ് തരുന്നതെങ്കിൽ ബാക്കി 7 രൂപ കൂടി കേരളം കൂട്ടി 30 രൂപയാക്കി മാറ്റിയത് കേരളത്തിന്റെ പാവപ്പെട്ട നെൽ കർഷകർക്ക് ഗുണം ലഭിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അങ്ങനെ അരി സംഭരിക്കുമ്പോൾ ആ അരി സംഭരണത്തിന്റെ 23 രൂപ തരേണ്ട കേരളം 2612 കോടി രൂപയുടെ കുടിശ്ശികയുമായി കേരളത്തിനെ നേരിടുകയാണ്. SSK സർവശിക്ഷ കേരള 1500 കോടി രൂപ കേരളത്തിന് തരില്ലെന്ന് തീരുമാനിക്കാൻ ഈ കേന്ദ്ര ഗവൺമെന്റിന് എന്തവകാശം? പ്രിയപ്പെട്ടവരെ, 2024 ജൂലൈ മാസം 30-ാം തീയതി നമ്മുടെ നാട് നടുക്കിയ ഒരു ദുരന്തമുണ്ടായി ഈ കേരളത്തിൽ. വയനാട് ജില്ലയിലെ പുഞ്ചിരിമുറ്റവും മുണ്ടക്കയും അട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽ പെടുന്ന പുന്നപ്പുഴയുടെ തീരത്ത് 1 ചതുരശ്ര കിലോമീറ്ററിനകത്ത് 298 പേർ മരണപ്പെട്ട ഏറ്റവും ഭീകരമായിട്ടുള്ള ദുരന്തം. ആ ദുരന്തം കാണാൻ ആഗസ്റ്റ് 11-ന് എത്തിച്ചേർന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ആ ദുരന്തം കണ്ടിട്ട്. അവിടെ വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി എല്ലാ വിധത്തിലുള്ള CCB ന്യൂസ് കൊണ്ടാഴി.